വചനമൊഴി ജൂലൈ 8. വചനഭാഗം കൊളോസോസ് 2:20-23, മത്തായിയുടെ സുവിശേഷം 11:1-6. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അങ്ങനെ ഈശോ തന്റെ 12 ശിഷ്യന്മാർക്ക് പ്രബോധനങ്ങൾ നൽകുന്നത് അവസാനിപ്പിച്ച് അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് മിശിഹായുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? ഈശോ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധർ കാണുകയും മുടന്തർ നടക്കുകയും ചെയ്യുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുകയും ബധിരർ കേൾക്കുകയും ചെയ്യുന്നു, മരിച്ചവർ ഉത്തിതരാകുകയും ദരിദ്രരോട് സദ്വാർത്ത അറിയിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ അനുഗ്രഹീതൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ്. 10-ാം അധ്യായത്തിൽ ഈശോ തന്റെ 12 സ്ലീഹന്മാർക്ക് പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുന്നതും അവരുടെ പ്രേക്ഷിത ദൗത്യം എപ്രകാരമായിരിക്കണമെന്ന് അവർക്ക് പ്രബോധനം നൽകുന്നതുമാണ്. അതിനുശേഷം 11-ാം അധ്യായം ആരംഭിക്കുന്നത് തന്റെ പ്രബോധനങ്ങൾ അവസാനിപ്പിച്ച് ഈശോ പട്ടണങ്ങളിലൂടെ പ്രബോധനങ്ങൾ നൽകുന്നതിന് വേണ്ടി പുറപ്പെടുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഈശോ പട്ടണങ്ങളിലൂടെ പഠിപ്പിച്ച് നടന്നപ്പോൾ കാരാഗൃഹത്തിലായിരുന്ന സ്നാപക യോഹന്നാൻ ഈശോയെ കുറിച്ച് കേട്ടു, അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടു. അവൻ തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ച് സ്ലീഹന്മാരെ പറഞ്ഞയക്കുകയാണ്. യോഹന്നാൻ തന്റെ സ്ലീഹന്മാരെ പറഞ്ഞയക്കുന്നു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഈശോ നൽകുന്ന മറുപടി, നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന യോഹന്നാനെ അറിയിക്കുക എന്നാണ്. ഈശോയുടെ ഐഡന്റിറ്റിയുടെ, ഈശോയുടെ വ്യക്തിത്വത്തിന്റെ, ഈശോ വരാനിരുന്ന മിശിഹായാണ് എന്നതിന്റെ തെളിവ് ഈശോയുടെ വാക്കുകളും പ്രവൃത്തികളുമായിരുന്നു. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയുമാണ് അവിടുന്ന് ദൈവിക രാജ്യം പ്രഘോഷിച്ചത്, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രബോധനം നൽകിയത്. ഈശോയുടെ ശിഷ്യന്മാരായ നമ്മുടെയും അടയാളം, നാമും ക്രിസ്തു ശിഷ്യരാണ് എന്നതിന്റെ അടയാളം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളുമായിരിക്കണം. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയാ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനം ധ്യാനിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ നാം ആത്മശോധന ചെയ്യേണ്ടത്, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മിശിഹായ്ക്ക് ചേർന്നതാണോ, ക്രിസ്തുവിന്റെ അനുയായികൾക്ക് ചേർന്നതാണോ? നമുക്ക് കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ തീവ്രതയോടെ കർത്താവിന്റെ വചനം കേൾക്കുന്നവരും ആ വചനമനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായി മാറാം. അങ്ങനെ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.